അച്ഛാ അമ്മേ ഞാൻ എത്തി. ഓ വലിയ കാര്യമായിപ്പോയി. ഇന്ന് എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കി കാണുമോ എന്തോ. ഇതാ കണ്ടില്ലേ, പഠിക്കുന്ന ബാഗ് നടയിലിട്ടിട്ടാ പോകുന്നത്. മോനെ വാ, എന്തെങ്കിലും കഴിക്കാം. അച്ഛാ നാളെ ഒരു PTA മീറ്റിംഗ് ഉണ്ട്. ഇന്നാളല്ലേടാ നിനക്ക് PTA മീറ്റിംഗ് കഴിഞ്ഞേ? അത് വേറെ PTA മീറ്റിംഗാ അച്ഛാ. ഇതേതാ പുതുതായിട്ട്? ഇത് ഒരു ചെറിയ PTA മീറ്റിംഗാ. ചെറുതോ? അതെ, ഞാനും അച്ഛനും ടീച്ചറും മാത്രം. അപ്പൊ ഇവ എന്തോ കുരുത്തക്കേട് ഒപ്പിച്ചിട്ടുണ്ട്. ഞാനൊന്നും ചെയ്തിട്ടില്ല അച്ഛാ. ആ ടീച്ചറിന് എപ്പോഴും അച്ഛനെ കാണാതിരിക്കാൻ പറ്റില്ല എന്നാ തോന്നുന്നത്. നിന്റെ മോനെ കൊണ്ട് ഒരു നിവൃത്തിയില്ലല്ലോ, കണ്ടില്ലേ കാണിച്ചു വെച്ചിരിക്കുന്നേ. എനിക്കെങ്ങും വയ്യ ചെന്ന് നാണം കിടാൻ. ആഹാ, നല്ലത് ചെയ്താൽ നിങ്ങളുടെ മോനും, അല്ലാത്തപ്പോ അല്ലേ എൻ്റെ മോനോ? അതെന്ത് വർത്താനാ നിങ്ങൾ സംസാരിക്കുന്നേ? നിങ്ങൾ രണ്ടാളും അടി കഴിയുമ്പോൾ ഒരു തീരുമാനം എടുത്ത് പറയും നാളെ ആരാ വരുന്നതെന്ന്. നല്ല ക്ഷീണമുണ്ട്, ഞാനൊന്ന് ചെന്ന് ഉറങ്ങട്ടെ. ദേ, ഇത് ലാസ്റ്റ് ആറ്റിറ്റ്യൂഡ്. ഇനി ഞാൻ നിന്നോട് ഇതുപോലെ സ്കൂളിൽ വരത്തില്ല. എനിക്ക് നാണം കിടാനൊന്നും വയ്യ. അച്ഛാ അതാണ് മാം. ടിന്റുവിന്റെ അച്ഛനാണല്ലേ? ഓ, നിന്റെ അച്ഛനെന്ന് പറയാനേ നാണക്കേടാ. പിന്നെ അച്ഛൻ ആരുടെ അച്ഛനെന്നാ പറയാൻ പോകുന്നേ? അതൊക്കെ മോശമല്ലേ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ നീ. ഇതുപോലത്തെ ഒരു കുരുത്തം കെട്ട കുട്ടിയെ ഞാൻ കണ്ടിട്ടില്ല. മറ്റു പിള്ളേരെയും ശല്യം, സ്വന്തമായിട്ട് പഠിക്കുകയില്ല. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ കുട്ടിക്ക് TC കൊടുത്ത് വിടേണ്ടി വരും. എത്ര പറഞ്ഞാലും അനുസരിക്കില്ല എന്ന് വെച്ചാ സ്കൂളിന് കുറച്ച് നിയമങ്ങളില്ലേ, അതെങ്കിലും അനുസരിക്കണ്ടേ? ടീച്ചറെ, ഒരു തവണത്തേക്കൊന്ന് ക്ഷമിച്ചു വിടുവോ? നോക്ക്, അവനൊന്നും വീട്ടിൽ വന്ന് പറയാറില്ലേ? അധ്യാപകരെ കളിയാക്കലും. സാർ ലാസ്റ്റ് ആയിട്ട് പറയുക, ഇനി ഇതുപോലെ ആവർത്തിക്കുകയാണെങ്കിൽ ഇവിടുന്ന് TC കൊടുത്ത് വിടേണ്ടി വരും. നിനക്ക് മനസ്സമാധാനം ആയല്ലോ. ആ ടീച്ചർ ഇനി പറയാനൊന്നുമില്ല. ഇതൊക്കെ എന്ത് അച്ഛാ, ഇപ്പോഴേ ഇങ്ങനെ തളർന്നു പോയാൽ ഇനിയുള്ളതിനൊക്കെ എങ്ങനെ പിടിച്ചു നിൽക്കാനാ? ജീവിതമാവുമ്പോൾ ഇങ്ങനെ പല സാഹചര്യം വരും, നമ്മൾ അതെല്ലാം തരണം ചെയ്യേണ്ടേ അച്ഛാ. ശരി അച്ഛാ, ഞാൻ ക്ലാസ്സിൽ പോകുന്നേ. പൊന്നു മോനെ, ദയവ് ചെയ്ത് കുരുത്തക്കേടൊന്നും ഉണ്ടാക്കല്ലേ. നിന്നെ ഇനി ചേർക്കാൻ വേറെ ഒരു സ്കൂളും ഇല്ല. ഇനി രാജ്യം വിട്ട് പോവേണ്ടി വരും. ഇല്ല അച്ഛാ, ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. എല്ലാവരും ഇന്നലെ പഠിപ്പിച്ച കണക്കൊക്കെ പഠിച്ചോ? അതെ മാം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് എല്ലാവർക്കും ക്വസ്റ്റ്യൻ ചോദിക്കും. എല്ലാവരും കറക്റ്റ് ഉത്തരം പറയണം, കേട്ടല്ലോ? മീന് പറയും, 3ഉം 4ഉം കൂട്ടുമ്പോൾ എത്ര കിട്ടും? 7 കിട്ടും മാം. വെരി ഗുഡ്. അടുത്ത് ടിട്ടു പറയും, 2ഉം 3ഉം കൂട്ടുമ്പോൾ എത്ര കിട്ടും? 6 കിട്ടും. 6ഓ? ഒന്നുകൂടെ കൂട്ടിയേ. 7. 7ഓ? ഒന്നുകൂടെ കൂട്ടിയേ. 8 കിട്ടും. ഇതെന്താ നിനക്ക് ഒന്ന് കൂടി കൂടി പോകുന്നേ? മാം അല്ലേ ഒന്നുകൂടെ കൂട്ടിയെന്ന് പറഞ്ഞ, അപ്പോൾ ഞാൻ ഒന്ന് കൂട്ടി പോയതാ. ഗെറ്റ് ഔട്ട് ഫ്രം മൈ ക്ലാസ്. താങ്ക് യു മാം. എങ്ങനെ ഇറങ്ങാമെന്ന് കാത്തിരിക്കുകയായിരുന്നു. ടീച്ചറെ ഒന്ന് മാറി നിൽക്കുക, ഒരു കാര്യം പറഞ്ഞോട്ടെ. കൂട്ടുകാരെ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നുള്ള വീഡിയോസ് കാണുക.